ഹലോ, ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? നമ്മൾ കുറച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും കാണുന്നുണ്ടാവും, ഡോക്ടേഴ്സ് ഒരുപാട് പേര് കുറേ വീഡിയോസ് ഇടുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനതിൽ നോട്ടീസ് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾ പറയുന്നതല്ല മറ്റേയാൾ പറയുന്നതല്ലേ. എല്ലാവരും MBBS ഒരേ കോഴ്സ് കഴിയുന്നതാണ്, പക്ഷെ പലർക്കും പല അഭിപ്രായങ്ങളാണ് വരുന്നത്. ബാക്കിയുള്ള ഏതൊരു ഫീൽഡിലും വരുന്നത് പോലെ അല്ല നമ്മുടെ ഈ മെഡിക്കൽ ഫീൽഡിൽ വരിക എന്ന് പറയുന്നത് അല്ലേ. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ഡോക്ടർ പറയുമ്പോൾ നമ്മളത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മളത് ചെയ്യും. അതിൽ എത്രത്തോളം ശരിയുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം വെച്ചാൽ ഒരാൾ പറയുന്നത് അരിയാഹാരം എല്ലാം കഴിക്കരുത്, കഴിക്കാതെ ഫൈബറും പിന്നെ അതുപോലെ പ്രോട്ടീനും കൂടുതൽ കഴിച്ചിട്ട് കാർബ്സ് ഒക്കെ കുറയ്ക്കണം എന്ന് പറയുന്നു. അടുത്ത ആൾ പറയുകയാണ് നമുക്കിപ്പോൾ ഈ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതേ സംഭവങ്ങൾ കഴിച്ചുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് വേറെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ട് ഇത് മാറ്റാമെന്ന് പറയുന്നു അല്ലേ. പക്ഷേ ഇതൊക്കെ തന്നെയാണോ നമുക്ക് ഈ വരുന്ന ലിവറിന്റെ പ്രശ്നം, കിഡ്നി പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ തന്നെയാണോ ഈ പറയുന്ന നമ്മൾ പിന്നെ കാർബോഹൈഡ്രേറ്റ് കൂടുതൽ കഴിച്ചിട്ടോ അതല്ലെങ്കിൽ മറ്റേ ജങ്ക് ഫുഡ്സ്? ഓക്കെ, ജങ്ക് ഫുഡ്സ് നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് എല്ലാവരും പറയുന്നുണ്ട്. ജങ്ക് ഫുഡ്സ് നമുക്കും അറിയുന്ന കാര്യമാണ്, ജങ്ക് ഫുഡ്സ് കഴിക്കാൻ പാടില്ല. പക്ഷേ ഈ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ച് പറയുമ്പോൾ പണ്ടത്തെ ആൾക്കാരെല്ലാം അത് തന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് അല്ലേ. ഇപ്പം അത് പറയുന്ന സമയത്ത് പറയുമ്പോൾ അന്ന് അവർക്ക് അസുഖങ്ങൾ അറിയാതെ തിരിച്ചറിയാതെയൊക്കെ പോയതാണ്, അന്നത്തെ മെഡിക്കൽ ഫീൽഡ് അത്രയും വളർന്നിട്ടില്ല എന്നൊക്കെ പറയും അല്ലേ. പക്ഷെ എന്നാലും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ഇങ്ങനെ അവിടെയും ഇവിടെയും കേട്ടതും വായിച്ചതും എല്ലാം വെച്ചിട്ട് മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ കൂടുതലും ഈ ലിവർ ഫംഗ്ഷൻ പ്രശ്നങ്ങൾ ഒക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പച്ചക്കറികളിലും ധാന്യങ്ങളിലും ഒക്കെ അടിച്ചു വരുന്ന പിന്നെ ഈ കൂടുതൽ ഫെർട്ടിലൈസറൊക്കെ അടിച്ചു വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതൊക്കെ അവർ പറയുമ്പോഴും നമ്മൾ കുറേ ചിന്തിക്കണം അല്ലേ, നമ്മളെ കൂടെ ചിന്തിക്കുക. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെയാണോ ചെയ്യുന്നത് അത് ചെയ്തുകൊണ്ടിരിക്കുക, കുറച്ച് എക്സസൈസ് ചെയ്യുക, ഒരുപാട് വലിച്ചുവാരി കഴിക്കാതിരിക്കുക, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലേ. നമ്മളിപ്പോൾ ചില സ്ഥലങ്ങളിൽ ചെല്ലുന്ന സമയത്ത് പറയുന്നുണ്ട് പിന്നെ അയഡിൻ സാൾട്ട് ഉപയോഗിക്കരുത്. അയഡിൻ സാൾട്ട് ഉപയോഗിക്കുന്നത് പ്രശ്നമാണ് എന്ന് പറയുന്നത്. കാരണം പ്രോസസ്ഡ് ഫുഡാണത് അല്ലെ. പ്രോസസ്ഡ് ഫുഡ് എല്ലാം പ്രശ്നമാണെന്നാണ് പറയുന്നത് അല്ലെ. നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ആയാലും പ്രോസസ്സ് ചെയ്ത് വരുന്ന വെളിച്ചെണ്ണയ്ക്ക് പ്രോബ്ലം പറയുന്നുണ്ട്. അതേസമയത്ത് നമ്മൾ ചെക്കിലാട്ടിയ വെളിച്ചെണ്ണയൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെയാണ് ഈ ഉപ്പിന്റെ കാര്യം എന്ന് പറയുന്നത്. ഉപ്പ് എന്ന് പറയുന്നത് വലിയൊരു, ഞാൻ ഇപ്പൊ ആലോചിച്ച് എല്ലാം ഓരോന്ന് ശ്രദ്ധിച്ചു വന്നപ്പോഴും നമുക്ക് ഒരുപാട് പറയേണ്ട ഒരു കാര്യമാണ് ഈ ഉപ്പിന്റെ കാര്യം എന്ന് പറയുന്നത്. കാരണം ഇപ്പം അയഡിൻ ഉപ്പ് പറയുന്നതെന്ന് പറഞ്ഞാൽ അയഡിൻ ഷോർട്ടേജ് ഉള്ളവർക്ക് വേണ്ടി അയഡിൻ മിക്സ് ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വരുന്നതാണ് അയഡിൻ ഉപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒരു നേച്ചുറോപ്പതിയുടെ ഒരു ഇതിൽ പോയ സമയത്ത് അവർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അയഡിൻ ഉപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് തൈറോയിഡ് പ്രോബ്ലം വരുന്നത്. പണ്ടുള്ള ആൾക്കാർക്ക് തൈറോയിഡ് പ്രോബ്ലം ഇത്രയും ഇല്ലായിരുന്നു, ഇപ്പോഴാണ് തൈറോയിഡ് പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങുന്നത്. കാരണം ഈ ഡോക്ടർ എന്ന് പറയുന്നത് ഇച്ചിരി ഏജ്ഡ് ആണ്, ഇപ്പൊ റിട്ടയർഡ് ആണ്. അപ്പൊ അവർ പഠിച്ചിരുന്ന സമയത്ത് തൈറോയിഡ് രോഗികളെ കാണാനില്ല. അപ്പൊ മെഡിക്കൽ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഒരു രോഗി വന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് ഓടും. തൈറോയിഡ് പേഷ്യന്റ് വന്നു എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് ഓടും. കാരണം അങ്ങനത്തെ പേഷ്യന്റിനെ കിട്ടാറില്ല ആർക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ സിംറ്റംസ് മനസ്സിലാക്കാനും കാര്യങ്ങൾ പഠിക്കാനും വേണ്ടിയിട്ട് ഈ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ അങ്ങോട്ട് പോകുന്നു, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ കുറെ വേറൊരു വിഭാഗം പറയുന്നതെന്ന് പറഞ്ഞാൽ അയഡിൻ ഉപ്പ് ഉപയോഗിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല, അയഡിൻ ഷോർട്ടേജ് ഉള്ളവരെ അയഡിൻ ഉപ്പ് ഉപയോഗിക്കുക എന്ന് പറയുന്നു അല്ലെ. നമുക്കറിയില്ല എന്താ ചെയ്യേണ്ടത്. ഇപ്പം നമുക്കിപ്പോൾ പിങ്ക് സോൾട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിച്ച സമയത്ത് ഒരു പ്രാവശ്യം വാങ്ങിച്ചെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഈ മറ്റേ അയഡിൻ ഉപ്പൊക്കെ ഇല്ല, ഇപ്പൊ വരുന്ന അയഡിൻ ഉപ്പ് പോലെ തന്നെ ഗ്രാനുൾസ് ആയിട്ട് ഇങ്ങനെ തമ്മിൽ ഒട്ടാതെ കുറച്ച് തരിയായിട്ടുള്ള പൊടിയുപ്പായിരുന്നു എനിക്ക് കിട്ടിയത്, ആദ്യം കിട്ടിയത്. രണ്ടാമത് ഞാൻ പോയി വാങ്ങിച്ചപ്പോൾ ശരിക്കും പൗഡർ പോലെ ഇരുന്നു, പക്ഷെ അതിന് വേറൊരു സ്മെല്ലുണ്ടായിരുന്നു. മറ്റേതിന് അതില്ല, അങ്ങനത്തെ സ്മെല്ലൊന്നും ഇല്ല. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിലുള്ള, പക്ഷെ പിങ്ക് കളറാണ്. അതിന് റോക്ക് സോൾട്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കമ്പനി ലേബലൊക്കെ ഉള്ള ഒരു ഉപ്പാണ്. ഞാൻ ഒരു കമ്പനിയുടെ ഇതൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. അപ്പൊ ഈ രണ്ട് പ്രാവശ്യം വാങ്ങിച്ചപ്പോൾ കിട്ടിയത് രണ്ട് ഉപ്പാണ്. പക്ഷെ രണ്ടാമത് മേടിച്ചതെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഈ പൗഡർ ഇല്ലേ, ഇപ്പൊ പോൺസിന്റെ ഒക്കെ പൗഡർ തട്ടില്ലേ, അതുപോലെ അത്രയ്ക്കും പൊടിയായിട്ടിരുന്നു. പക്ഷെ പിന്നെ കളർ നല്ല പിങ്ക് കളറായിരുന്നു, പക്ഷെ അതിനൊരു സ്മെല്ലുണ്ടായിരുന്നു. എനിക്ക് ആ സ്മെല്ല് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, മനസ്സിലായി. അപ്പൊ അതിനുശേഷം എനിക്ക് പിങ്ക് സോൾട്ട് വാങ്ങിക്കാൻ ഒരു ഇത്. കാരണം നമ്മൾ ഈ ഗ്രാനുൾസ് പോലെ പൊടിച്ചതാണോ കറക്റ്റായ ഉപ്പ്, അതല്ല തീരെയും പൗഡർ ആയിരുന്നതാണോ കറക്റ്റായ പിങ്ക് സോൾട്ട് എന്ന് എനിക്കറിയില്ല. പിന്നെ നമ്മൾ ഈ ഗ്രാനുൾസ് പോലെ ഗ്രാനുൾസ് ആയിട്ട് ചെറിയ ഗ്രാനുൾസ് ആയിട്ട് തിരിയായിട്ട് വന്ന ആ പൊടി ഉപ്പിന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വേറെ ഒരു പ്രശ്നവും തോന്നില്ല, മനസ്സിലായോ. അപ്പോഴും പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയാമോ, സാധാരണ ഈ അയഡിൻ ഉപ്പിനെ കളർ ചെയ്ത് വരുന്നതാണോ നമുക്കറിയില്ല, ഇതൊന്നും അല്ലേ. നമുക്കൊന്നും പറയാൻ പറ്റില്ല, എന്താണ് ഏതാണ് ഒന്നും പറയാൻ പറ്റില്ല. കുറെ നാൾ കഴിഞ്ഞ് അസുഖങ്ങൾ വരുമ്പോഴായിരിക്കും പറയുന്നത് ഇന്ന ഉപ്പ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഇന്ന സാധനം കഴിച്ചിട്ട് ആണ് ഈ അസുഖം വരുന്നത് എന്ന് പറയും അല്ലെ. അപ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത്.
പിന്നെ ഈ ഉപ്പിന്റെ കാര്യത്തിൽ തന്നെ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾക്ക് ഈ അയഡിൻ ഉപ്പ് എന്ന് പറയുന്നത് പ്രോസസ്ഡ് ഉപ്പാണ് അല്ലെ. നമ്മൾ സാധാരണ ഉപ്പ് എടുത്തിട്ട് അതിനെ പ്രോസസ് ചെയ്ത് അയഡിൻ മിക്സ് ചെയ്ത് അല്ലെ, മിക്സ് ചെയ്തിട്ട് പാക്ക് ചെയ്ത് വരുന്നതാണ് ഈ അയഡിൻ സോൾട്ട് എന്ന് പറയുന്നത്. അത് നമുക്ക് 10 രൂപ അല്ലെങ്കിൽ 15 രൂപ പോട്ടെ 30 രൂപ വരെ ആകുമെന്ന് പറയാം. അതേസമയത്ത് ഒറിജിനൽ സീ സോൾട്ട് എന്ന് പറയുന്ന പ്രോസസ് ചെയ്യാത്ത ഉപ്പ്, പ്രോസസ്സ് ചെയ്യാത്ത ഉപ്പ് നമ്മൾ മേടിക്കാൻ പോയി കഴിഞ്ഞാൽ 70 രൂപ 80 രൂപയൊക്കെയാണ് അതിന്റെ വില എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു 1/2 കിലോ ആണെന്നുകൊണ്ട് 70 രൂപ ഞാൻ കണ്ടത്, അങ്ങനെയാണ് എന്റെ ഓർമ്മ. അപ്പൊ അതെന്താ, അത് പ്രോസസ് ചെയ്ത ഉപ്പിന് വില പിന്നെ കുറവും പ്രോസസ് ചെയ്യാത്ത ഒറിജിനൽ സീ സോൾട്ടിന് വില കൂടുതലും. എന്താണ് അതിന്റെ കാര്യം എന്ന് അറിയില്ല. അപ്പൊ പ്രോസസ് ചെയ്ത് വരുന്നതല്ലേ കൂടുതൽ, പിന്നെ ഫാക്ടറിയിൽ കയറ്റി അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ അതിനല്ലേ കൂടുതൽ ആവേണ്ടത്. അതെന്താ അങ്ങനെ അല്ലേ? നമ്മൾ ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ അറിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ചിന്തിക്കണം അല്ലെ, ഓരോരുത്തരും ചിന്തിക്കണം. നമുക്ക് ഈ ഡോക്ടേഴ്സ് പറയുന്നു, അവർ പറയുന്നവരുന്നു, എല്ലാവരും പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇതാണ് ശരി എന്ന് വിചാരിക്കും. അടുത്തൊരു വീഡിയോ കേൾക്കുമ്പോൾ വീണ്ടും നമുക്ക് പറയും, നമ്മൾ വിചാരിക്കും അതാണ് ഒറിജിനൽ അല്ലെ, അതാണ് ഒറിജിനലായിട്ട് പറയുന്നത്, കറക്റ്റായിട്ട് പറയുന്നത് അതാണെന്ന് വിചാരിക്കും. ഏതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അല്ലേ? ചിന്തിക്കേണ്ട കാര്യമല്ലേ അത്? എല്ലാവരും ചിന്തിക്കേണ്ട കാര്യമല്ലേ? അപ്പം നമ്മൾ എന്തൊക്കെയോ കഴിക്കുന്നു, എന്തൊക്കെയോ നടക്കുന്നു, എന്തൊക്കെയോ അസുഖങ്ങൾ വരുന്നു, എങ്ങനെയൊക്കെയോ പോകുന്നു അല്ലേ? അതെന്താണെന്ന് നമുക്കറിയില്ല. അപ്പം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഈ ഉപ്പിന്റെ കാര്യം ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ എന്താണോ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കഴിക്കുക, ലിമിറ്റ് ചെയ്ത് കഴിക്കുക. ഓക്കെ, പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാതിരിക്കുക, വേറെ കുറച്ച് പറ്റുന്ന പോലെയുള്ള എക്സസൈസുകൾ ചെയ്യുക അല്ലെ. ഇപ്പൊ പറയുന്ന പ്രോട്ടീന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത അസുഖങ്ങൾ വരാൻ പോകുന്നത് പറഞ്ഞാൽ പ്രോട്ടീൻ കൂടിയിട്ടുള്ള അസുഖങ്ങളായിരിക്കും. കാരണം അത്രത്തോളം ആൾക്കാർ പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ബാക്കി നടക്കുകയാണ്. അപ്പൊ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാഹാരവും ലിമിറ്റ് ചെയ്ത് കഴിക്കുക അല്ലെ. നമുക്ക് ചക്കയൊക്കെ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ്. അത് ക്യാൻസറിനെ പ്രതിരോധിക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ അതിനകത്ത് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കങ്ങനെ ഓരോന്നും എടുത്തു പറയാനോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡുകാർ പറയുന്ന പോലെ പറയാനോ നമുക്കറിയില്ല. പക്ഷെ അതിനകത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, നമ്മൾ കഴിക്കുന്നതുമാണ്. പക്ഷെ ലിമിറ്റ് ചെയ്ത് കഴിക്കുക. ഇല്ലെങ്കിൽ ഗ്യാസിന്റെ ഒക്കെ പ്രശ്നമുള്ളവർക്ക് അതുകൊണ്ട് ഉണ്ടാകുന്ന അസുഖങ്ങൾ പിന്നെ വേറെ ആയിരിക്കും. ശരിയല്ലേ പറഞ്ഞേ? ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും പുതിയൊരു ടോപ്പിക്കായിട്ട് വീണ്ടും കാണാം. ബൈ.